കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭാസ്കരൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിധി വന്നിട്ട് ഇങ്ങനെ മുറ്റം തൂക്കുന്നത്. ആ സമയത്തിന്റെ ഭാസ്കരൻ വിളിക്കാണ് നിധിയെ. ഹലോ മിസ്സിസ് മരുമകൾ, എന്താ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് പുരപ്പുറം തൂക്കുന്നുണ്ടോ? അല്ല, പുത്തരാച്ചി പുരപ്പുറം തൂക്കുമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അത്രയും പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ നിധിയെ കളിയാക്കി ചിരിക്കുന്ന സമയത്തിന് നികേഷിന് അത് സഹിക്കുന്നില്ല. നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ രാവിലെ തന്നെ കോമഡിയാണോ? അന്നേരം ഭാസ്കരൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് കോമഡി പിടിക്കത്തില്ലേ? മൂട്ടിലെ ചുവപ്പ് മാറുന്നതിന് മുൻപേ തന്നെ അച്ഛൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, ഒന്ന് പോടാ അവിടെ നിന്ന്. അത്രയും പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബീഡി വലിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം അതെനിക്ക് ഇഷ്ടമായിട്ട് എന്ന് പറയുന്ന സമയത്തിന് നിധി കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നത് കണ്ടോ, ഇന്നലെ മുഴുവൻ ഇത് മുറ്റടിച്ചപ്പോൾ കിട്ടിയതാന്ന് പറയും. ഓ, ഇത് മുഴുവൻ ഞാൻ വലിച്ചു കൂട്ടിയതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, പിന്നെ വേറെ ആരും ഇവിടെ വലിക്കാറില്ലല്ലോ. അയ്യോ, ഇന്നലെ വലിച്ചത് കുറച്ച് കുറവായി പോയി, ഇനി ഏതായാലും ഇതിൽ കൂടുതൽ ഞാൻ ഇന്ന് വലിച്ചു കൂട്ടിക്കൊള്ളാം എന്ന് പറയുന്ന സമയത്തിന് നിധിക്ക് സങ്കടം വരികയാണ്. നിധി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വലിച്ചു കൂട്ടിയാൽ അത് ശരിയാവോ? ഇങ്ങനെ വലിച്ചു കൂട്ടിയാൽ അസുഖം വരില്ലേ? ഈ വീട്ടിൽ മുഴുവൻ വീടിയുടെ നാറ്റാണ്, അകത്തായാലും പുറത്തായാലും ഒരേ ഒരു നാറ്റം. ഇതിപ്പോ വലിക്കുന്നവർക്ക് മാത്രമല്ല കൂടെയുള്ളവർക്കും അസുഖം വരും. അന്നേരം ഭാസ്കരൻ തമാശയോട് ചോദിക്കുന്നുണ്ട്, അസുഖോ? എനിക്കോ? സീരിയസ്ലി? അതെ, ഞാൻ നല്ല സ്ട്രോങ് ബോഡിയാണ്. ബീഡി ബോഡി ബോഡി ബീഡി. അതെ, ബീഡി വലിച്ചതോടെ എനിക്കൊരു അസുഖവും വരില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റാ ബീഡി വലിക്കും, ചായ കുടിച്ചാൽ വലിക്കും, കുടിച്ചില്ലെങ്കിൽ വലിക്കും, ഭക്ഷണത്തിന്റെ മുമ്പ് വലിക്കും, ഭക്ഷണത്തിന് ശേഷം വലിക്കും, എന്തിന് ഉറങ്ങുമ്പോൾ പോലും ഞാൻ ബീഡി വലിക്കും. ഇത് എന്റെ വീട്, എന്റെ ശീലം. അതെ, 12ാം വയസ്സിലെ അച്ഛന്റെ വീട് കട്ട് വലിക്കാൻ തുടങ്ങിയതാ. അതെ, എന്നെ തിരുത്താൻ വരില്ലേ എന്റെ മോൻ നിന്നെ കെട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നീ എന്നെ ഭരിക്കാൻ വരില്ലേ എന്ന് ഭാസ്കരൻ പറയുന്ന സമയത്ത് എന്നെ സുധീഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്ത് വർത്താനം അവളോട് ഈ പറയുന്നത്? അപ്പൊ ഭാസ്കരൻ പറഞ്ഞിട്ട്, എടാ എന്റെ വീട്ടിൽ ആരോട് എങ്ങനെ സംസാരിക്കാമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അന്നേരം വീണ്ടും സുധീഷ് അങ്ങ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഭാസ്കരൻ നിധിയോട് പറഞ്ഞിട്ട്, പെണ്ണെ, മുറ്റടിച്ച് കഴിയുമ്പോഴേ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അവന്റെ തലയിലും അങ്ങ് ഒഴുക്ക്, എന്നിട്ടെങ്കിലും അവന്റെ ദേഷ്യം അങ്ങ് തീരട്ടെ എന്ന് പറയും. എടാ, നീ ഇവളെങ്ങനെ താന്നിങ്ങനെ നിന്നോ, അതിനിപ്പോ ഞാൻ എന്ത് വേണടാ പെണ്ണ് കുഞ്ഞാലി? അത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഭാസ്കരൻ ഒരു പാട്ടും പാടി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് കാണുന്ന സമയത്തിന് സുധീഷിന് അങ്ങ് ദേഷ്യം വരാണ്ട്. സുധീഷ് ഉടനത്തിന് ഒരു കല്ലെടുത്തിട്ട് ഭാസ്കരൻ ഇങ്ങനെ എറിയാൻ കയ്യോങ്ങും. ആ സമയത്തിന് നീതി തടയുന്നുണ്ട്, ഇത് എന്താ ഈ കാണിക്കുന്നത്? അത് നിങ്ങളുടെ അച്ഛനാ, ആ റെസ്പെക്ട് നിങ്ങൾ മക്കൾ എങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ് സുധീഷിനെ ഉപദേശിക്കും. എന്നിട്ട് സുധീഷിനോട് പറഞ്ഞിട്ട്, അതെ നിങ്ങൾ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയുന്ന സമയത്തിന് സുധീഷ് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ആ സമയത്തിന് നിധി പറയുന്നുണ്ട്, അതെ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ തലയിലൂടെ ഇങ്ങനെ ഒഴിക്കാനൊന്നുമല്ല, ദേ മുറ്റത്ത് നിറച്ച് പൊടിയുണ്ട്, അതൊന്ന് പൊടി ഒതുങ്ങാനാണെന്ന് പറയും. അങ്ങനെ സുധീഷ് ബക്കറ്റ് എടുത്തോണ്ട് വരാമെന്ന് നോക്കുന്ന സമയത്തിന് നികേഷിന്റെ കയ്യിൽ ബക്കറ്റ് കാണും. അപ്പോൾ നികേഷ് ആ ബക്കറ്റ് അങ്ങ് മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ സുധീഷ് മറ്റൊരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കട്ടോ നിധി മുറ്റമടിച്ചു വരുന്ന ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടതിന് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തിനാ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത്? ആ ചൂല അവിടെ വെച്ച് ഞാൻ അത് ചെയ്തോളാമെന്ന് പറയുന്ന സമയത്തിന് നിധി പറഞ്ഞിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സുഭാഷ് ഏട്ടൻ ചെയ്തതുകൊണ്ടാണ് അനിയന്മാർ ഇത്രമാത്രം അടിയന്മാരായിട്ട് മാറിയത്. ഈ സമയത്തിന്റെ സുധീഷ് ആ ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് വരുന്ന സമയത്തിന് നിധി പറഞ്ഞിട്ട്, അതെ അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനല്ല, ആ കപ്പിൽ വെള്ളം എടുത്തിട്ട് അത് മുറ്റം മുഴുവൻ തെളിക്കാനാ പറഞ്ഞത് എന്ന് പറയും. അന്നേരം സുധീഷ് ഒന്നും ഇങ്ങനെ വല്ലാതെ നിധിയെ തന്നെ നോക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന സമയത്തിന് ചെയ്യാമെന്ന് പറയും. എങ്കിൽ പിന്നെ ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ സുധീഷ് ബക്കറ്റും കപ്പും എടുത്തിട്ട് മുറ്റത്താകെ ഇങ്ങനെ വെള്ളം തെളിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് കേട്ടോ ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹരീഷും സുഭാഷൊക്കെ ഈ ഒരു കാഴ്ച കണ്ടിങ്ങനെ ചിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് കുറച്ച് വെള്ളം ഹരീഷിന്റെ മേലേക്കൊക്കെ ഇങ്ങനെ തെളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം തെളിച്ചതിന് ശേഷം മതിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മതി എന്ന് പറയും നിധി. എന്നിട്ട് ആ ചൂലങ്ങ് കയ്യിലേക്ക് കൊടുത്തിട്ട്, ഇനി ഇത് പിടിക്ക്, പിടിച്ചോ എന്ന് പറയുന്ന സമയത്തിന് ഇനി മുഴുവൻ മുറ്റം അടിച്ചു വാരിക്കോ എന്നും പറയും. എന്നിട്ട് നിധി പറയുന്നതിന്, സുഭേഷ് ഏട്ടാ ഇനി മുതൽ മുറ്റം അടിച്ചു വാരുന്ന ജോലി മുഴുവൻ നിങ്ങളുടെ അനിയന്മാർക്ക്, അത് ഓരോ ദിവസം ഓരോരുത്തരും മാറി മാറി ചെയ്തോളും. അന്നേരം സുധീഷിനങ്ങ് വല്ലാതാവ. സുധീഷ് പറയുന്നുണ്ട്, അതെ ഇന്ന് ഏതായാലും ഇവൻ ചെയ്യട്ടെ, നാളെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, അത് വേണ്ട, ഇന്ന് ഏതായാലും ഏട്ടൻ തുടങ്ങി വെച്ചോ, ബാക്കിയുള്ള ദിവസങ്ങൾ ഇവന്മാരങ്ങനെ ചെയ്തോളും എന്ന് പറയും. ആ സമയം കൊണ്ട് ഞാനും സുഭാഷ് ഏട്ടനും കൂടി ചായ ഉണ്ടാക്കാമെന്ന് പറയുന്ന സമയത്തിന് നികേഷ് പെട്ടെന്ന് അയ്യോ എന്ന് പറയും. അയ്യോ ഇന്ന് ഏട്ടത്തിയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, അതെന്താണോ ഞാൻ ചായ ഉണ്ടാക്കിയാലേ? എന്താടാ ഞാൻ ചായ ഉണ്ടാക്കിയ നീ കുടിക്കല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറഞ്ഞിട്ട്, അതെ റിസ്ക് എടുക്കണമെന്ന് പറയും. അന്നേരം നിധി പറഞ്ഞിട്ട്, അതെ എനിക്ക് സുഭാഷ് ഏട്ട പഠിപ്പിച്ചു തന്നോളും എന്ന് പറയും. അല്ലേ സുഭാഷ് ഏട്ട അല്ലേ സുഭാഷ് ഏട്ട എന്ന് പറയുന്ന സമയത്തിന് പിന്നെന്താന്ന് പറഞ്ഞിട്ട് സുഭാഷ് നിധിയും കൂട്ടിക്കൊണ്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. അവർ പോയതിനു ശേഷം ഹരീഷ് പറഞ്ഞിട്ട്, എടാ വായും പഠിച്ചു നോക്കി നിൽക്കാതെ പണി ചെയ്യടാന്ന് പറയുന്ന സമയത്തിന് സുധീഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, എടാ നീ കണ്ടില്ലേടാ അവൾ എത്ര പെട്ടെന്ന് നമ്മുടെ വീടുമായിട്ട് ഇണങ്ങിയതെന്ന്? അത് ശരിയാ സുധീഷ് ഏട്ടാന്ന് പറയുന്ന സമയത്തിന്, എടാ നീ ഇനി കണ്ടോ, ഇനി നമ്മുടെ വീട്ടിൽ അവൾ ഒരു കോവിലാക്കി മാറ്റുമെന്ന് പറയും. അന്നേരം ഹരീഷ് പറഞ്ഞിട്ട്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ബ്രദർ ഒരു കാര്യത്തിൽ മാത്രം എന്റെ സംശയം അങ്ങ് മാറുന്നില്ല എന്ന് പറയുന്ന സമയത്തിന്, അതെന്താണെന്ന് ചോദിക്കാണ് സുധീഷ്. അല്ല ഏട്ടത്തി എങ്ങനെ ഇയാളെ ചൂസ് ചെയ്തു എന്ന് മാത്രം എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല.
അന്നേരം സുധീഷ് പറഞ്ഞിട്ട് ദേ നികേഷേ, എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവന് സഹിക്കാൻ പറ്റാത്ത കണ്ണുകടിയാണെന്ന് പറയും. അന്നേരം ഹരീഷ് പറഞ്ഞിട്ട് കണ്ണുകടി എന്നല്ലേ ബ്രദർ, ഏട്ടത്തിക്ക് ഇയാളുടെ അടുപ്പം തോന്നാനുള്ള കാരണമാണ് ഇപ്പോഴും എനിക്കങ്ങ് മനസ്സിലാവാത്തത്. ഇങ്ങനൊരു നല്ല പെൺകുട്ടി ഇമാതിരി ഒരു പയ്യനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഒരു മനോവിഷമം. അല്ലട നികേഷ് എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷിന് അങ്ങ് ദേഷ്യം വന്ന് തല്ലാനോങ്ങുന്ന സമയത്തിന് ഹരീഷ് പറഞ്ഞിട്ട് നിക്ക് അവന്റെ അഭിപ്രായം കൂടി അറിയട്ടെ എന്ന് പറയും. അന്നേരം നികേഷ് പറഞ്ഞിട്ട് അതെ സുധീഷ് ഏട്ടാ, എനിക്കും അങ്ങനെ ഡൗട്ട് ഇല്ലാതില്ല എന്ന് പറയുന്ന സമയത്തിന് സുധീഷിന് അങ്ങ് വല്ലാതാവാണ്. എടാ അപ്പൊ നീയും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നത് ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറയും. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങൾക്കും ഒരു സന്തോഷമല്ലേ അല്ലേ ഹരീഷ് ഏട്ടാന്ന് ചോദിക്കുന്ന സമയത്തിന് ഹരീഷ് പറഞ്ഞിട്ട് ഇങ്ങയുടെ കാര്യമാവുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് നമ്പാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴേക്കും സുധീഷിന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ഹരീഷിനെ അടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ആ ഒരു ചൂലും കൊണ്ട് അടിക്കാനോടാണ്. ആ സമയത്തിന് സില്ലി ഫെലോസ് എന്നും പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാട്ടോ നികേഷ്. ഇതേ സമയത്തിന് സുഭാഷ് ആണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് തന്നെ നിധി ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാല് തിളച്ച് വരുന്ന സമയത്തിന് ദേ തിളച്ചു എന്ന് പറയുന്ന സമയത്തിന് സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ഇനി ഒരു 4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടേ എന്ന് പറയും. അങ്ങനെ ചായപ്പൊടി ഇട്ട് തിളച്ചത് വരുന്നതിന് ശേഷം അത് സിമ്മിലാക്കി ഇടാൻ പറയും. അങ്ങനെ ഒക്കെ തിളച്ചു വന്നതിന് ശേഷം ഇനി അത് ഇറക്കി വെച്ചോ, ചായ സെറ്റാണെന്ന് പറയുന്ന സമയത്തിന് നിധി അത് ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെ ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് മാറ്റി മാറ്റി ഒഴിക്കും. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തോട് നോക്കി നിൽക്കായിരിക്കട്ടെ സുഭാഷ്. അങ്ങനെ ചായ എല്ലാം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സുഭാഷിന് ഒരു ഗ്ലാസ് കൊടുക്കുന്ന സമയത്തിന് അത് കുടിച്ചു നോക്കിയിട്ട് സൂപ്പർ ചായ എന്ന അഭിപ്രായം പറയും. അത് കേൾക്കുന്ന സമയത്തിന് നിധിക്കും ഒരുപാടധികം സന്തോഷമാണ്. ഇതേ സമയത്തിന് സുധീഷ് ഇങ്ങനെ മുറ്റം അടിച്ചു വാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട് അതെ ഞാനൊരു സത്യം പറയട്ടെ, സുധീഷ് ഏട്ടൻ ഇങ്ങനെ അടിച്ചു വാരി ജോലി ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് പറയുന്ന സമയത്തിന് സുധീഷിന് അങ്ങ് ദേഷ്യം വരും. സുധീഷ് പറയുന്നുണ്ട് എടാ കളിയാക്കണ്ടടാ, നാളെ കഴിഞ്ഞാൽ നീ, അത് കഴിഞ്ഞാൽ മറ്റവൻ, അങ്ങനെ ഓരോരുത്തരും മാറി മാറി ചെയ്യേണ്ടി വരുമെന്ന് പറയുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട് അതെ അപ്പോഴേക്കും എനിക്ക് കോളേജ് തുറക്കുമെന്നൊക്കെ പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നിധി ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ ഇത്ര പെട്ടെന്ന് ചായ ഇട്ടോ എന്നൊക്കെ ചോദിച്ച് ചായ കുടിക്കാൻ വരുന്ന സമയത്തിന് നിധി പറയുന്നത് ആ ഇത് കുടിച്ചു കഴിഞ്ഞാലേ ബാക്കി ജോലിയും കൂടി അങ്ങ് തീർത്തോളണമെന്ന് പറയും. അങ്ങനെ സുധീഷ് ചായ എടുത്തതിന് ശേഷം നികേഷിന് ചായ കൊടുക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട് അതെ വയറ് കേടാവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്നങ്ങ് ചോദിക്കാണ് നിധി. സുധീഷ് കുടിച്ചതിന് ശേഷം ആഹാ ബെസ്റ്റ് ചായ സൂപ്പർ എന്നൊക്കെ പറയും. നികേഷും കുടിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്ന സമയത്തിന് ഹരീഷിന് കൊടുക്കുന്ന സമയത്തിന് ഹരീഷ് ഇങ്ങനെ ചായ എടുക്കാൻ മടിക്കാണ്. ആ സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട് അതെന്താ ഹരീഷ് ചായ കുടിക്കാറില്ലേ, എടുത്തു കുടിക്കടാ എന്ന് സുഭാഷ് പറയുന്ന സമയത്തിന് പെട്ടെന്ന് ആ ഒരു ചായ എടുത്തങ്ങ് കുടിക്കാണ് ഹരീഷ്. സുധീഷ് ചായ കുടിച്ചതിന് ശേഷം പറയുന്നത് അതെ ചായ ശരിക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഈ സുഭാഷ് ഏട്ടനുണ്ടായിരുന്നതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തിന് ഡഡഡാ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വിളിക്കുന്നുണ്ടെങ്കിലും നിധിക്ക് അത് ഭയങ്കര സന്തോഷാവാണ്. പിന്നീട് കാണിക്കുന്നത് സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട് ജോലി അന്വേഷിക്കാൻ വേണ്ടി തന്റെ ഫ്രണ്ടിനെ വന്ന് കാണാണ്. ഫ്രണ്ട് ചോദിക്കുന്നത് എടാ തന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, താൻ നേരെ പുളിങ്കൊമ്പിൽ തന്നെയാണല്ലേ പിടിച്ചിരിക്കുന്നത്. അന്നേരം സുധീഷ് വീമ്പ് പറഞ്ഞത് ആ അതൊക്കെ ശരിയാണ്, പെണ്ണ് വലിയ കാശുള്ള വീട്ടിലെ പെൺകുട്ടി തന്നെയാണ്, എന്നെ തന്നെ കെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് അങ്ങ് വാശി പിടിച്ചു നിന്നു. വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോഴേ എന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോന്നതാ. അല്ലടാ നീ ഇപ്പം എന്തിനാ എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സുധീഷ് പറഞ്ഞിട്ട് ആ അതത്ര വലിയ വിഷയമൊന്നുമല്ല. എടാ നിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പൊ നീ അല്ലേ നോക്കി നടത്തുന്നത്, അപ്പോ നിന്റെ അച്ഛനോട് പറഞ്ഞ് എന്റെ ഭാര്യയ്ക്ക് അവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അവൾ ആർക്കിടെക്ട് കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണ്, മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഇത്രയും പഠിപ്പുള്ള ഒരു കുട്ടിയോട് വെറുതെ വീട്ടിലിരിക്കാൻ പറയുന്നത് ശരിയാണോ, അല്ലല്ലോ. എനിക്കാകെ അറിയുന്നത് നിന്റെ കമ്പനിയല്ലേ, അപ്പൊ പിന്നെ അതിനൊരു അവസരം കിട്ടിയാലോ എന്ന് കരുതി എന്ന് പറയാണ് സുധീഷ്. ആ സമയത്തിന്റെ ഫ്രണ്ടിന് അങ്ങ് ദേഷ്യം വരെയാണ്. ഫ്രണ്ട് പറയുന്നുണ്ട് നിനക്ക് എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, കൺസ്ട്രക്ഷൻ മേഖലയെല്ലാം തന്നെ അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റാണ്, എനിക്കതിൽ യാതൊരുവിധ റോളും ഇല്ല, ആകെ ഞാൻ ചെയ്യുന്നത് അച്ഛൻ പറയുന്ന സ്ഥലത്ത് സൈൻ ചെയ്യുക എന്ന് മാത്രമാണെന്ന് പറയുന്ന സമയത്തിന് സുധീഷ് വീണ്ടും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അവൾക്കൊരു ജോലി ശരിയാക്കി തായടോ. അന്നേരം അവ പറഞ്ഞത് നിനക്കറിയാലോ സുധീഷേ, അച്ഛന് പണ്ടേ ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് ഒട്ടും എന്നെ ഇഷ്ടമല്ല, പിന്നെ ക്യാമ്പസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നടന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് വിടാത്തത്. നിന്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി ചെന്ന് അന്വേഷിച്ചാൽ എന്റെ അച്ഛൻ ചിലപ്പോൾ എന്നെ തല്ലി ഓടിച്ചു എന്ന് വരും എന്ന് പറയുന്ന സമയത്തിന് സുധീഷിനങ്ങ് വല്ലാതാവുന്നുണ്ട്. എടാ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന കുട്ടിയവള്, അവൾക്ക് ഞാൻ ജോലി വരെ കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു പോയി, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാന്ന് പറയുന്ന സമയത്തിന് അയാൾ പറയുന്നുണ്ട് ഇല്ലടാ ഒരിക്കലും അത് നടക്കില്ല, എന്റെ അച്ഛൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയും. അങ്ങനെ അയാൾ ഒട്ടും സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ സുധീഷ് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ, അവളെ ഒന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയും. എടാ നീ ജോലിയൊന്നും കൊടുക്കണ്ടടാ, നീ വെറുതെ ഒരു ഇന്റർവ്യൂ അങ്ങ് നടത്തി വിട്ടാൽ മതി, അവൾക്ക് വേണ്ടി ഞാൻ എത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്നെങ്കിലും അവൾ അങ്ങ് വിശ്വസിച്ചോളല്ലോ. അന്നേരം ഏതായാലും അച്ഛൻ വരട്ടെ ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറയുന്ന സമയത്തിന് സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നിന്റെ അച്ഛൻ വരുന്നതിന് മുൻപ് നീ അങ്ങ് ഇന്റർവ്യൂ നടത്തി വിട്ടാൽ മതി എന്ന് പറയും. അന്നേരം അതും നടക്കില്ല, അതൊക്കെ ഇത്തിരി റിസ്ക് ആണ് മോനെ എന്ന് പറയുന്ന സമയത്തിന് സുധീഷ് വീണ്ടും കെഞ്ചിക്കൊണ്ട് പറഞ്ഞിട്ട് പ്ലീസ് ഞാൻ നാളെ അവളെ കൊണ്ട് വരാം, നീ ജസ്റ്റ് ഒരു മോക്ക് ഇന്റർവ്യൂ മാത്രം നടത്തി അങ്ങ് വിട്ടാൽ മതി.
അങ്ങനെ സുധീഷ് അവനെ വിടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ കെഞ്ചി കണ്ടിച്ചുകൊണ്ട് ഇതിന് ചോദിക്കുന്ന സമയത്തിന് അവസാനം ആ ഒരു ഫ്രണ്ടിന് അതിനങ്ങ് സമ്മതിക്കേണ്ടി വരികയാണ്. ആ ഒരു സന്തോഷത്തിൽ തന്നെ സുധീഷ് അവിടെ നിന്നും മടങ്ങിപ്പോവും. ഇതേ സമയത്തിന് നിധിയാണ് കാണിക്കുന്നത്. നിധി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നുകൊണ്ട് തന്നെ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, നികേഷേ നീ ഇപ്പോൾ ഫ്രീ ആണോ? അതേ ഏട്ടത്തി ഫ്രീ ആണ്, എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് എങ്കിൽ പിന്നെ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയി വരാമെന്ന് പറയും. ദേ ഏട്ടത്തി ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ്. അങ്ങനെ നിധി വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് നികേഷ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഏട്ടത്തി എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്തിന് കൊള്ളാം പോവാമെന്ന് പറയും. അന്നേരം നികേഷ് ഒരു കണ്ണാടി എടുത്ത് വീണ്ടും ഇങ്ങനെ മുടിയും താടിയൊക്കെ നേരാക്കുന്ന സമയത്തിന് നിധി ചോദിക്കുന്നുണ്ട്, എടാ മതി എടാ നമ്മൾ അമ്പലത്തിലേക്കല്ലേ? അന്നേരം നികേഷ് പറയുന്നത് അമ്പലത്തിലേക്കാണെങ്കിലും ഞാൻ വരുന്നത് ഏട്ടത്തീരെ കൂടെയല്ലേ, അതുകൊണ്ട് ഏട്ടത്തീരെ അത്രക്കൊന്നുമില്ലല്ലോ, കുറച്ചൊക്കെ ഗ്ലാമർ വേണ്ടേ? അന്നേരം ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്ന് നിധി പറയുന്ന സമയത്തിന് പൊന്നും കിടത്തി എന്തിനാ പൊട്ടുമെന്ന് ചോദിക്കാണ് നികേഷ്. ആഹാ നീ കൊള്ളാലോ എന്ന് പറയുന്ന സമയത്തിന് ഏതമ്പലത്തിലേക്കാ പോകേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് നടന്നു പോകാൻ പറ്റിയിട്ടുള്ള തൊട്ടടുത്ത ഏതെങ്കിലും അമ്പലത്തിലേക്ക് മതി എന്ന് പറയും നിധി. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നികേഷ് ചോദിക്കുന്നത്, ഏടത്തിങ്ങനെ അമ്പലത്തിലേക്കൊക്കെ പോവാറുണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്തിന് നിധി പറഞ്ഞത് ആകെ സ്വാതന്ത്ര്യത്തോട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം അമ്പലം മാത്രമായിരുന്നല്ലോ, നീ പോവാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറയും, ഞാൻ വർഷത്തിലൊരിക്കൽ പോവാറുണ്ടെന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് നിധിക്കൊരു അത്ഭുതമായിരിക്കും. എന്ത് കൊല്ലത്തിലൊരിക്കലോ ഉത്സവത്തിനായിരിക്കും അല്ലേ എന്ന് ചോദിക്കാണ്. ഉത്സവത്തിന് ഒക്കെ പോവാറുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് കയറാറില്ല. ഉള്ളിലേക്ക് കയറുന്നതേ പിറന്നാളിന്റെ എന്താന്ന് പറയും. അപ്പോ അല്ലാത്ത സമയത്ത് എന്താ കയറുന്നതിന് കുഴപ്പമെന്ന് ചോദിക്കാണ് നിധി. അല്ലാത്ത സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാണ്. ആ സമയത്തിന് നിധി പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് എന്താ ചെയ്യുന്നത് അത് തന്നെ ചെയ്യണം. അപ്പൊ നികേഷ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തിലേക്കൊന്നും പോയിട്ട് പ്രാർത്ഥിക്കാറില്ല ഏട്ടതി, കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പോവാറുമില്ല. പിന്നെ ഒറ്റയ്ക്ക് ഏതായാലും എനിക്ക് പോവാൻ ഇഷ്ടമല്ല. പിറന്നാളിന്റെ അന്ന് സുഭാഷ് ഏട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ ഇനി ഏതായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലേക്ക് പോകുമെന്ന് പറയണം നികേഷ്. അപ്പോൾ അതെന്താ കാരണമെന്ന് നിധി ചോദിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, അതെ കഴിഞ്ഞ പിറന്നാളിന് ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ ദേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് പറയില്ല എന്ന് പറയും. അത് കഷ്ടാട്ടോ നികേഷേ. എന്താ കാര്യമെന്നത് വീണ്ടും നിധി നിർബന്ധിക്കുന്ന സമയത്തിന് നികേഷ് പറയുന്നുണ്ട്, അതെ എൻ്റെ ഏട്ടന്മാരിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുവരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതിപ്പോൾ ഏതായാലും നടന്നില്ലേ. ഞാൻ മനസ്സിൽ വിചാരിച്ചതേ അന്ന് സുഭാഷ് ഏട്ടൻ്റെ കല്യാണമായിരുന്നു. എന്നാലും എൻ്റെ ഏട്ടനിൽ ഒരാൾ കല്യാണം കഴിച്ചില്ലേ. ദൈവത്തിന്റെ തീരുമാനം ഇത്തിരി മാറിപ്പോയി, സാരമില്ല, ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു പോകുന്ന സമയത്തായിരിക്കും ഹലോ നിധി നികേഷ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിന് സുനന്ദ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. നികേഷ് ചോദിക്കുന്നത് എന്തിനെങ്ങനെ ഓടിക്കതിച്ച് വരുന്നതെന്ന് ചോദിക്കും. അന്നേരം സുനന്ദ പറഞ്ഞത് അതെ ഞാൻ നിങ്ങളെ കണ്ടത് കൊണ്ട് തന്നെ ഓടി ഇങ്ങോട്ടേക്ക് വന്നതാന്ന് പറയും. അല്ല നിങ്ങൾ ഇത് ഇങ്ങോട്ടേക്കായി പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് അമ്പലത്തിലേക്ക് എന്ന് പറയും നിധി. അന്നേരം സുനന്ദ പറയുന്നത് അതെ ഞാനും അമ്പലത്തിലേക്ക് തന്നെയാണ്. ഏത് അമ്പലത്തിലേക്ക് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇവിടെ അടുത്തുള്ള അമ്പലമില്ലേ അങ്ങോട്ടേക്കാണെന്ന് പറയും. അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് സേമിച്ച് പറയാമെന്ന് നികേഷ് പറയുന്ന സമയത്തിന് സുനന്ദ ചോദിക്കുന്നുണ്ട് നീയും അങ്ങോട്ടേക്കല്ലേ എന്ന് ചോദിക്കും. അതെ എങ്ങനെയെങ്കിൽ പിച്ച് നിനക്കാണെന്ന് പറഞ്ഞ് നല്ലൊരു പിച്ചങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയുന്നത് അതെ മൂത്ത ആൾക്കാരോട് കളിക്കരുത്, പ്രത്യേകിച്ച് ഏഴത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരോട്. അന്നേരം നികേഷ് അയ്യടാ എന്ന് പറയുന്ന സമയത്തിന് എന്താടാന്ന് ചോദിക്കും. നടക്ക് അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അവർ 3 പേരും അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് സുനന്ദ നിധിയെ നോക്കിയിട്ട് പറയുന്നത് നിധിയെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയും. നിധി പറയുന്നത് താങ്ക്സ്. സുനന്ദയെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് തിരിച്ചും പറയും. അപ്പോൾ വീണ്ടും സെയിം പിച്ചെന്ന് നികേഷ് പറയുന്ന സമയത്തിന് പൊടാ എന്ന് പറയാം സുനന്ദ. ആ സമയത്തിന് നിധി പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ശരിക്കും സുനന്ദേനെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയും. അന്നേരം സുനന്ദ പറഞ്ഞിട്ട് അതൊക്കെ എനിക്കറിയാന്നേ, പക്ഷെ പറയേണ്ട ആള് മാത്രം എന്റെ മുഖത്ത് നോക്കി പറയില്ല എന്ന് പറയും. അന്നേരം അതാരാന്ന് ചോദിക്കുന്ന സമയത്തിന് സുനന്ദ ക്ലൂ കൊടുക്കുകയാണ്. അതെ പേരിന്റെ ആദ്യത്തെ അക്ഷരം സു, ലാസ്റ്റത്തെ അക്ഷരം ഷ്. അന്നേരം നികേഷ് പറഞ്ഞിട്ട് അതെ ഞാൻ പറയാം, സുധീഷ് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തേനെ അല്ലാന്ന് പറയും. അന്നേരം നികേഷ് സുപ്രീഷ് എന്നൊരു പേരങ്ങ് പറയുന്ന സമയത്തിന് സുനന്ദക്ക് ദേഷ്യം വരാണ്, ഒന്ന് പോടാന്ന് പറയും. അന്നേരം വീണ്ടും നികേഷ് ചൂടിപ്പിക്കാൻ വേണ്ടിയിട്ട് സുന്ദരേഷ് എന്നങ്ങ് പറയുന്ന സമയത്തിന് ഒന്ന് പോടാ നിന്റെ തല എന്ന് പറയാണ് സുനന്ദ. അന്നേരം സുനന്ദ പയ്യെ നിധിയോട് മാത്രമായിട്ട് സുഭാഷ് എന്നങ്ങ് പേര് പറഞ്ഞു കൊടുക്കാണ് നാണത്തോടെ. ആ സമയത്തന്നെ വീണ്ടും ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നികേഷ് പറയുന്നത് അതെ സുപ്രയേഷ് എന്ന് പറയും. അതോടുകൂടി തന്നെ സുനന്ദക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പോടാ അവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നികേഷിനെ ആട്ടി ഓടിച്ചങ്ങ് തല്ലാൻ പോവാണ്. ഇതേ സമയത്തന്നെ കാണിക്കുന്നത് സുധീഷിനായിരിക്കും. നിധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധിക്ക് ഒരു നൈറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. സെയിൽസ് ഗേൾ നൈറ്റിയുടെ സൈസ് എത്രയെന്ന് ചോദിക്കുന്ന സമയത്തിന് 2-3 കാണിക്കോ അപ്പൊ പറയാമെന്ന് പറയും. നൈറ്റീസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് സുധീഷ് പറയുന്നത് അയ്യോ ഇങ്ങനെ ലോക്കലല്ല, കുറച്ച് നല്ല നല്ല ലുക്ക് ഉള്ളത് വേണമെന്ന് പറയുന്ന സമയത്തിന് സെയിൽസ് ഗേൾ പറയുന്നത് അത് കുറച്ച് കോസ്റ്റ്ലി ആവും. കോസ്റ്റ്ലി എത്രയെന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു 1000 എബോ ആവുന്നൊക്കെ പറയും. അന്നേരം സുധീഷ് ഒന്ന് ചിന്തിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. വീണ്ടും സൈസ് ചോദിക്കുന്ന സമയത്തിന് സുധീഷിന് സൈസ് പറയാൻ അറിയില്ല. അപ്പോൾ ആ സൈസ് ഗേളിനോട് പറയുന്നത് അതെ നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് നിൽക്കുമെന്ന് ചോദിക്കും.
എന്നിട്ട് ആ സെയിൽസ് ഗേളിനോട് ഒന്നിങ്ങനെ ഇടത്തേക്ക് നിൽക്കോ വലത്തേക്ക് നിൽക്കോ ഒന്ന് സ്ട്രൈറ്റ് നിൽക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ട് ഏകദേശം നിധി ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല, ഏകദേശം ഇതേ സൈസാണെന്ന് പറയുന്ന സമയത്തിന് സെയിൽസ് ഗേൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ പോലുള്ള ആളാണെങ്കിൽ എൻ്റെ സൈസ് തന്നെ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കും. ആ സമയത്തിന് സുധീഷ് പറയുന്നത് അതെ മീഡിയമാണ് സൈസ് എന്ന് പറയും. എന്നിട്ട് സെയിൽസ് ഗേളിനെ നോക്കിയിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ട് സംസാരിക്കാണ്ട് സുധീഷ് പറഞ്ഞിട്ട് ഇയാളുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരി ശരി സർ, ഏതായാലും നൈറ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കും സെയിൽസ് ഗേള്. സെയിൽസ് ഗേൾ സുധീഷിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് നൈറ്റ് വാങ്ങുമ്പോഴും പഞ്ചാരക്ക് ഒട്ടും കുറവില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും സുധീഷ് നോട്ടി ഗേൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സെയിൽസ് ഗേൾ ചോദിക്കുന്നുണ്ട് ഏത് കളർ വേണം സർ? ഒരു നൈറ്റ് എടുത്തിട്ട് ഇത് നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് സെയിൽസ് ഗേൾ ചോദിക്കുന്നുണ്ട് വൈഫ് നല്ല കളറാണോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ഇയാളെ പോലെ ഇരിക്കും എന്ന് പറയാണ് സുധീഷ്. ആ നൈറ്റ് നേരെ ആ ഒരു സെയിൽസ് ഗേളിനോട് വെച്ച് കാണിക്കുമെന്ന് ചോദിക്കും. എന്നിട്ട് അതിങ്ങനെ മേലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് തിരിയോ, ഒന്ന് സൈഡിലേക്ക്, ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ആ ഒരു സെയിൽസ് ഗേളിനെ കൊണ്ട് ആ ഒരു നൈറ്റ് വെച്ച് നോക്കിപ്പിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും കടയിലേക്ക് ഹരീഷ് കയറി വരുന്നത്. അവൻ ആ ഒരു സെയിൽസ് ഗേളിനോട് കൊഞ്ചിക്കൊഴിയുന്നതും കണ്ടുകൊണ്ടതിന് ഹരീഷിന് ദേഷ്യം വരും. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇയാൾക്ക് ഇപ്പോഴും ഈ പണി നിർത്താനായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഹരീഷ് കയറി വരുന്നത്. അങ്ങനെ ഹരീഷ് കയറി വരുന്ന ആ ഒരു കാഴ്ചയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് കാണിക്കുന്നത് നാളത്തെ പ്രൊമോ ആണ്. നികേഷും നിധിയും സുനന്ദനെ കൂട്ടിക്കൊണ്ടതിന് അമ്പലത്തിലേക്ക് പോയി. അവർ അമ്പലത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം 3 പേരും ഇങ്ങനെ സംസാരിക്കാണ്. സുനന്ദയുടെ മനസ്സിൽ സുഭാഷ് ഏട്ടനോട് ഒരുപാടധികം ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രണയമാണ് എന്ന കാര്യമെല്ലാം തന്നെ നിധി മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട് സുനന്ദയുടെ മനസ്സിൽ സുഭാഷ് ഏട്ടനോട് ഒരുപാടധികം ഇഷ്ടമാണ്, പിന്നെ അവരെന്തിനാ ഇതിങ്ങനെ മറച്ചു വെക്കുന്നത്? ആ കല്യാണം നിങ്ങൾക്ക് അങ്ങ് നടത്തിക്കൂടെ എന്ന് ചോദിക്കും. നികേഷ് പറയുന്നത് സുനന്ദേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. സുനന്ദേച്ചിയുടെ വീട്ടുകാരെല്ലാവരും എതിർപ്പാണ് എന്നും പിന്നെ അവരുടെ വീടിനെ കുറിച്ചുള്ള ശാപത്തെക്കുറിച്ചൊക്കെ നികേഷ് ഇങ്ങനെ നിധിയോട് പറഞ്ഞു കൊടുക്കാണ്. അത് കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് സങ്കടമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് സുധീഷ് ആ കടയിൽ വെച്ച് വാങ്ങിച്ച ആ ഒരു ഡ്രസ്സ് എല്ലാം തന്നെ നിധിക്ക് നേരെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന രീതിയിലായിരിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നാൽ അത് വാങ്ങിക്കുന്ന സമയത്തിന് നിധി പറഞ്ഞിട്ട് അതിന് ഞാൻ ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞിട്ട് അതെ, ഒരാൾക്ക് ആളറിയാതെ തന്നെ ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നല്ലേ സർപ്രൈസ്, അല്ലാതെ അത് സർപ്രൈസ് ആവില്ലല്ലോ എന്നൊക്കെ പറയും. ഏതായാലും സുധീഷ് നിധിക്ക് ആ ഒരു നൈറ്റ് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നത് സംഭവ മുഹൂർത്തമായിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.